നമസ്കാരം. തന്റെ പിറന്നാൾ ദിനത്തിൽ രോമാഞ്ചമുണർത്തുന്ന മരണമാസ് പ്രസംഗവുമായാണ് ഇന്ത്യയുടെ കരുത്തുറ്റ ഭരണാധികാരി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. മോദിയുടെ വാക്കുകൾ കാട്ടുതീ പോലെ ശക്തിയുള്ളതും മിന്നൽ പ്രഹരം പോലെ എതിരാളികളുടെ നേർക്ക് പായുന്നതുമായിരുന്നു. ഇന്ത്യക്കെതിരെ ചിന്തിക്കുന്നവരുടെ അന്ത്യം കുറിക്കാൻ ഇന്ത്യ പര്യാപ്തമാണെന്നും അവസാന താക്കീതെന്ന നിലയിലുമാണ് മോദി തന്റെ വാക്കുകൾ തൊടുത്തുവിട്ടത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഭരണാധികാരി തന്റെ പിറന്നാൾ ദിനത്തിലും തന്നെ വിശ്വസിച്ച് തനിക്ക് അധികാരത്തിന്റെ കിരീടവും ചെങ്കോലും സമ്മാനിച്ച സാധാരണക്കാരായ ജനങ്ങളോടുള്ള തന്റെ പ്രതിബദ്ധത വെളിവാക്കുന്ന തരത്തിലാണ് വാക്കുകളിൽ തീപിടിപ്പിച്ചത്. പുതിയ ഇന്ത്യ ആണവ ഭീഷണികളെ ഭയക്കുന്നില്ല എന്ന് ചങ്കൂറ്റത്തോടെ ലോകത്തോട് വിളിച്ചു പറയാൻ മോദി കാണിച്ച ധൈര്യം, മോദി ഭരിക്കുന്ന ഇന്ത്യ പഴയ ഇന്ത്യയിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു എന്നുള്ള വസ്തുത വെളിവാക്കുന്നതായിരുന്നു. മധ്യപ്രദേശിലെ ധറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 75ാം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ അദ്ദേഹം വാനോളം പുകഴ്ത്തി. ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും അദ്ദേഹം പ്രശംസിച്ചു. ഇത് പുതിയ ഇന്ത്യയാണ്, ഒന്നിനെയും അത് ഭയപ്പെടുന്നില്ല. പുതിയ ഇന്ത്യ ആണവ ഭീഷണികളെ ഭയപ്പെടുന്നില്ല. വേണമെങ്കിൽ വീട്ടിൽ കയറി ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് മോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കാണിച്ച ചങ്കൂറ്റത്തിനെ സ്മരിച്ചുകൊണ്ടും ഇന്ത്യയോട് കളിച്ചാൽ ഇനിയും അതിന് ഇന്ത്യക്ക് കഴിയുമെന്ന് യാതൊരു മടിയുമില്ല എന്നും വ്യക്തമാക്കുന്ന ശക്തമായ വെല്ലുവിളിയുമായി മാറി മോദിയുടെ പ്രസംഗം. ഇന്ത്യയുമായുള്ള ഭാവിയിലെ യുദ്ധത്തിൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ ആണവ യുദ്ധം ഉണ്ടാകുമെന്നും ലോകത്തിന്റെ പകുതിയെ ഇല്ലാതാക്കുമെന്നും പാക് സൈനിക മേധാവി അസീം മുനീർ ഭീഷണി മുഴക്കിയിരുന്നു. ഈ പ്രസ്താവനയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ കയറിയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ഒന്ന് കണ്ണു ചിമ്മി തുറക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുൻപ് തീറ്റിപ്പോറ്റി വളർത്തിയ തീവ്രവാദികളും കുടുംബവും ഉൾപ്പെടെ തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന കേന്ദ്രങ്ങൾ പോലും തകർത്തു തരിപ്പണമാക്കി ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ മണ്ണിൽ തിരികെ ഇറങ്ങി. ലോകം മുഴുവൻ കൈയടിച്ച ഓപ്പറേഷൻ സിന്ദൂർ മാത്രം മതി ഇന്ത്യ എത്ര വളർന്നു എന്ന് വ്യക്തമാകാം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേര് പോലും ഇന്ത്യയുടെ അഭിമാനത്തിന്റെ പ്രതീകമായി മാറി എന്ന് വേണം പറയാൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് ജെയ്ഷെ മുഹമ്മദ് നടത്തിയ തുറന്നു പറച്ചിലിലൂടെ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നതിൽ പാകിസ്ഥാന്റെ പങ്കാണ് വെളിച്ചത്ത് കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഭീകരരുടെ ലോഞ്ച് പാഡുകളാണ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം കാണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കുടുംബം ചിന്നിച്ചിതറിയെന്ന ജെയ്ഷെ കമാൻഡർ മസൂദ് ഇല്യാസിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് തൊട്ട് അടുത്ത ദിവസമാണ് മോദിയുടെ ഈ പരാമർശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാന് മാത്രമല്ല, അനാവശ്യമായി ഇന്ത്യയെ തകർത്തു തരിപ്പണമാക്കാൻ നടക്കുന്ന ഏതൊരു രാജ്യത്തോടും ആളറിഞ്ഞു കളിക്കട എന്നുള്ള അവസാനവട്ട ഉഗ്ര ശാസന തന്നെയാണ് മോദിയുടെ പിറന്നാൾ പ്രസംഗം.